ബിഗ് ബോസ് മലയാളം സീസൺ 6 എത്തിയ 6 വൈൽഡ് കാർഡുകളുടെയും ഒരു ദിവസം അങ്ങനെ ബിഗ് ബോസിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ഈ ഒരു സമയമായപ്പോഴാണ് വൈൽഡ് കാർഡ്സ് എല്ലാവരും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവരുടെ ഒരു ദിവസം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഒരുപാടധികം കാര്യങ്ങൾ ബിഗ് ബോസിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ എപ്പിസോഡിലും അതുപോലെ തന്നെ നാളത്തെ ലൈവിലും ഒക്കെ ആയിട്ട് അതെല്ലാം നമുക്ക് അറിയാനും പറ്റും, കാണാനും പറ്റും. 6 വൈൽഡ് കാർഡുകൾ ഉള്ളിൽ കയറിയതിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത്, അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ചു വെച്ചിരിക്കുന്നത് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയിലാണ്. ഒരുപാടധികം കോണ്ടന്റുകൾ പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തി നിൽക്കുന്ന എല്ലാ വിഷയത്തെ പറ്റിയും ഒരുപോലെ ചർച്ച ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത്. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറിനെ മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ. പക്ഷേ എനിക്ക് സായി കൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറച്ച് കാലങ്ങളായിട്ട് അറിയാം. ഞാൻ ഇൻസ്റ്റഗ്രാം വഴി പുള്ളിനോട് പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. ഇപ്പം യൂട്യൂബ് ആയിട്ട് ബന്ധപ്പെട്ടതായാലും, അല്ലെങ്കിൽ ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ടതായാലും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിലവൻ്റ് ആയിട്ട് സായി എന്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ സായി ചേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പുള്ളി അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈയും കാര്യങ്ങളും തരാറുണ്ട്. അതാണ് പുള്ളിയുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത്. ആരും മെസ്സേജ് അയച്ചാലും പുള്ളി അതിന് റിപ്ലൈ കൊടുക്കും. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപാടധികം പേര് അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ പുള്ളിയായിട്ട് കുറച്ച് സമയങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. സായി കൃഷ്ണയിൽ നിന്ന് ഒരുപാടധികം കോണ്ടന്റുകൾ ഞാൻ ബിഗ് ബോസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ, ഗബ്രി, അർജുൻ എന്നിവർ തന്നെ ആയിരിക്കും. എസ്പെഷ്യലി ജാസ്മിനെ ആയിരിക്കുള്ളൂ. ജാസ്മിൻ്റെ പണ്ട് മുതലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സായി കൃഷ്ണ. സായി കൃഷ്ണയും ജാസ്മിനും തമ്മിൽ പുറത്ത് വെച്ച് നല്ല ടൈംസിലായിരുന്നില്ല. ഇതിപ്പോൾ അഫ്സലിൻ്റെ ഇഷ്യൂ ആയാലും, ഇപ്പോൾ ജാസ്മിൻ നമ്മുടെ ഗബ്രി ആയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ പിന്നീട് അതിന് പിന്നീട് വന്ന നമ്മുടെ അഫ്സലിൻ്റെ വോയിസ്, അതായത് ജാസ്മിൻ്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള അഫ്സലിൻ്റെ, ജാസ്മിൻ പറയുന്നത് വെറുതെ ഒരു പയ്യൻ, എന്നെ കല്യാണം ആലോചിച്ചു വന്ന വെറുതെ ഒരു പയ്യനായിട്ടാണ് ജാസ്മിൻ ഇപ്പോൾ പുള്ളിനെ പറയുന്നത്. പക്ഷെ അവരുടെ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞതാണ്. 7 മാസം നീണ്ടു നിന്ന പ്രണയമാണ്. അതിനെപ്പറ്റി വരെയും നമ്മുടെ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിൽ പോകുന്നതിന് കുറച്ച് നേരങ്ങൾക്ക് മുന്നേ വരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇവർ തമ്മിൽ നല്ല ടൈംസിലല്ല. എന്തൊക്കെയാണെങ്കിലും ജാസ്മിനെ ഏറ്റവും വലിയൊരു എതിരാളി ആയിരിക്കുള്ളൂ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ. പിന്നീട് നല്ല കോണ്ടന്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സായി കൃഷ്ണ എന്ന് പറയുന്നത്. പിന്നീട് നമുക്കറിയാം, സായി കൃഷ്ണ ഏകദേശം 3 കൊല്ലത്തോളം ബിഗ് ബോസിന്റെ ഫുൾ എപ്പിസോഡും റിവ്യൂ ചെയ്തൊരു വ്യക്തിയാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. പല ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിട്ടും നല്ല രീതിയിലുള്ള കോൺട്രവേഴ്സികളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും പുള്ളിയുടെ ഗെയിമിൽ പ്രതീക്ഷിക്കുന്നു. ചില കാര്യങ്ങൾ ബിഗ് ബോസിൽ നടന്നതായിട്ട്, സായി കൃഷ്ണ ചെന്ന് ഈ ഒരു 1 ഡേ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ചില കാര്യങ്ങൾ നടന്നതായിട്ടും, കയറി ചെല്ലുന്ന സമയത്ത് ജാസ്മിനും ഗബ്രിയും അർജുൻ്റെയൊക്കെ ഫേസിൽ എക്സ്പ്രഷൻ മാറിയതൊക്കെ ആയിട്ട് നമ്മൾ അൺഒഫീഷ്യലായിട്ട് അറിഞ്ഞു. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. അതിന്റെ ക്ലിപ്സും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചതായിട്ട് അറിയുന്നു. എന്തൊക്കെയായാലും നല്ല നല്ല ഗെയിമുകൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നല്ല കോണ്ടന്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് സായി കൃഷ്ണ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാവരും പേടിക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. കാരണം തീരുമാനിച്ചുറപ്പിച്ചാണ് സായി പോയിരിക്കുന്നത്. അത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്